നമസ്കാരം. വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രി ആരംഭിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ദേവീ മാഹാത്മ്യ പാരായണവും ആരംഭിക്കാം. മഹാഭാരതം എന്ന ബൃഹത് ഗ്രന്ഥത്തിലെ 700 ശ്ലോകങ്ങൾ അടങ്ങിയ ചെറിയ ഒരു ഭാഗമായ ഭഗവത്ഗീത എങ്ങനെയാണോ പ്രാധാന്യമേറിയതായത്, അതുപോലെ തന്നെ 18 മഹാപുരാണങ്ങളിൽ ഒന്നായ മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളടങ്ങിയ ഒരു ഭാഗമായിട്ടുള്ള ഈ ദേവീ മാഹാത്മ്യവും ഏറ്റവും വിശിഷ്ടമാണ്. ഈ ദേവീ മാഹാത്മ്യത്തെ ഒരു മന്ത്രമാല എന്ന് തന്നെ പറയാം. ദുർഗാ സപ്തശതി എന്നും ചണ്ഡി എന്നും ഇതിന് വേറെ പേരുകളുണ്ട്. ഇന്നും പല വീടുകളിലും ഈ ദേവീ മാഹാത്മ്യം നിത്യ പാരായണത്തിന് ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദുർഗാപൂജ അവസരങ്ങളിൽ പല വിധത്തിലുള്ള ദുരിത നിവാരണത്തിനും ശ്രേയസ്സിനും സമ്പൽ സമൃദ്ധിക്കുമായിട്ട് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉപാസകൻ അല്ലെങ്കിൽ നിഷ്കാമ ഭക്തനായിട്ടുള്ള ഒരാൾ മുക്തിക്ക് വേണ്ടിയും ഈ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യാറുണ്ട്. അതായത് ഈ ഐഹിക സുഖത്തിനും മോക്ഷപ്രാപ്തിക്കും ഒക്കെ ഈ ദേവീ മാഹാത്മ്യ പാരായണം നടത്തുന്നത് ഏറ്റവും ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. ഭക്തരുടെ ആ ഭാവത്തിനനുസരിച്ച്, അതായത് ചിലര് അർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാവാം, സന്താന ലാഭത്തിനാവാം, തങ്ങളുടെ ദുഃഖനാശത്തിനാവാം, ഇനി നിഷ്കാമ ഭക്തര് മോക്ഷത്തിനാവാം. ഇങ്ങനെ സക്തനും ഭക്തനും വിരക്തനും എല്ലാവരും ദേവിയെ ഉപാസിക്കാൻ പാരായണം ചെയ്യുന്നതാണ് ഈ ദേവീ മാഹാത്മ്യം. ഇങ്ങനെ ഈ സർവമംഗളപ്രദായകമായ ഈ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്ത് ജഗജ്ജനനിയെ നമുക്ക് ആരാധിക്കാം. ഇതിൻ്റെ പാരായണക്രമം ഓരോ തന്ത്രങ്ങളിൽ ഓരോ വിധത്തിലാണ് പ്രതിപാദിക്കുന്നത്. വിധിപ്രകാരം സമ്പൂർണ്ണ പാരായണം ചെയ്യുന്നത് തന്നെയാണ് ഉത്തമക്രമം. അതിന് കഴിവില്ലെങ്കിൽ ഓരോ ചരിത്രം ഓരോ ദിവസം പാരായണം ചെയ്യാം എന്നാണ് വിധി. കേരളീയരുടെ പാരായണക്രമം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു 7 ദിവസം, ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പതിവ്. ആദ്യം അർഗളം, കീലകം, കവചം ഇത് വായിച്ചിട്ടാണ് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുക. അവിടെ തന്നെ ദേവീ കവചം വായിച്ചതിന് ശേഷമാണ് മറ്റേത് വായിക്കാൻ പാടുള്ളൂ എന്നൊരു പക്ഷവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അർഗളവും കീലകവും കഴിഞ്ഞതിന് ശേഷം കവചം പാരായണം ചെയ്ത ശേഷം സപ്തശതി എന്ന് പറയുന്ന ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യണം എന്ന് പരമശിവൻ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതില് അർഗളം ദുരിതത്തെ ഇല്ലാതാക്കുന്നു, കീലകം അഭീഷ്ട ഫലം നൽകാനായി നമ്മെ സഹായിക്കുന്നു, കവചം എല്ലായ്പ്പോഴും നമ്മളെ രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ദേവിയുടെ അർഗള സ്തോത്രവും കീലക സ്തോത്രവും കവച സ്തോത്രവും ഞാൻ മുൻപുള്ള വീഡിയോകളിൽ ചൊല്ലിയിട്ടിട്ടുണ്ട്. നവരാത്രിയുടെ 1-ാം ദിവസമായ ഇന്ന് ദേവീ മാഹാത്മ്യത്തിലെ പ്രഥമാധ്യായം നമുക്ക് പാരായണം ചെയ്യാം. ഈ ദേവീ മാഹാത്മ്യം സന്ധ്യനേരത്ത് പാരായണം ചെയ്താൽ അതിവിശിഷ്ടമാണ് എന്നാണ് പറയുന്നത്. ശ്രീ ദേവീ മാഹാത്മ്യം 1-ാം അധ്യായം. മധുകൈടഭവധ വർണ്ണനം. ധ്യാനം. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുഷുണ്ടീം ശിര ശംഖം സന്ദധതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈടഭം. മാർക്കണ്ഡേയ ഉവാച. സാവർണി സൂര്യതനയോ യോ മനുകഥ്യതേഷ്ടമ
നിശാമയ തദുത്പത്തിം വിസ്തരാദ്ഗതതോ മമ മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണിസ്തനയോ രവേഃ സ്വരോചിഷേന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. സൂത ഉവാച തപസ്യന്തം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനിം വ്യാസശിഷ്യോ മഹാതേജ ജൈമിനി പര്യപൃച്ഛത. ജൈമിനിരുവാച മാർക്കണ്ഡേയ മഹാപ്രാജ്ഞ സർവശാസ്ത്രവിശാരദ ശ്രോതുമിച്ഛാമ്യശേഷേണ ദേവീ മാഹാത്മ്യമുത്തമം. തസ്യ പാലയതഃ സമ്യക് പ്രജാഃ പുത്രാനി വൗരസാൻ ബഭൂവുഃ ശത്രവോ ഭൂപാ കോലാവിധ്വംസിനസ്തഥാ. തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബലദണ്ഡിന ന്യൂനൈരപി സതൈര്യുദ്ധേ കോലാവിധ്വംസിഭിർജിതഃ. തതഃ സ്വപുരമായാതോ നിജദേശാധിപോ ഭവത് ആക്രാന്തഃ സ മഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭിഃ അമാത്യൈർബലിഭിർദുഷ്ടൈർദുർബലസ്യ ദുരാത്മഭിഃ കോശോബലം ചാപഹൃതം തത്രാപി സ്വപുരേ സതഃ. തതോ മൃഗയാ വ്യാജേന ഹൃതസ്വാമ്യഃ സ ഭൂപതി ഏകാകീ ഹയമാരുഹ്യ ജഗാമഗഹനം വനം. സ തത്രാശ്രമമദ്രാക്ഷീ ദ്വിജവര്യസ്യ മേധസ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം. തസ്ഥൗ കഞ്ചിത് സകാലം ച മുനിനാ തേന സത്കൃത ഇതശ്ചേതശ്ച വിചരംസ്തസ്മിൻ മുനിവരാശ്രമേ. സോചിന്തയത്തദാ തത്ര മമ ത്വാകൃഷ്ടചേതന മത്പൂർവൈഃ പാലിതം പൂർവം മയാ ഹീനം പുരം ഹി തത്. മദ്ഭൃത്യൈസ്തൈരസദ്വൃത്തൈഃ ധർമ്മദഃ പാല്യതേ ന വാ ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തി സദാ മദഃ. മമ വൈരിവശം യാതഃ കാൻ ഭോഗാനുപലപ്സ്യത്തെ യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ. അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യമഹീഭൃതാം അസമൃഗ്വ്യയശീലൈസ്തൈഃ കുർവദ്ഭിഃ സതതം വ്യയം. സഞ്ചിതഃ സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാന്യच्च സതതം ചിന്തയാമാസ പാർത്ഥിവ. തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസ സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുശ്ചാഗമനേത്രക. സശോകഃ ഇവ കസ്മാത്ത്വം ദുർമനാ ഇവ ലക്ഷ്യസേ ഇത്യാകർണ്യവചസ്തസ്യ ഭൂപതേഃ പ്രണയോദിതം. പ്രത്യുവാച സതം വൈശ്യ പ്രശ്രയാവനതോ നൃപം. വൈശ്യ ഉവാച സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രദാരൈർനിരസ്തശ്ച ധനലോഭാദസാധുഭിഃ ഗൃഹീതഃ സ്വജനൈർദാരൈഃ പുത്രൈരാദായ മേ ധനം. വനമഭ്യാഗതോ ദുഃഖീ നിരസ്തശ്ചാപ്തബന്ധുഭിഃ
സോഹം ന വേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം സ്വജനാനാം ച ദാരാണാം ചാത്ര സംസ്ഥിത കിന്നു തേഷാം ഗൃഹേ ക്ഷേമമക്ഷേമം കിന്നു സാമ്പ്രതം കഥം തേ കിം नु സദ്വൃത്താ ദുർവൃത്താ കിന്നു മേ സുതാ. രാജോവാച യൈർനിരസ്തോ ഭവാൻ ലുബ്ധൈ പുത്രധാരാദിഭിർധനൈ തേഷു കിം ഭവത സ്നേഹമനുബധ്നാതി മാനസം. വൈശ്യ ഉവാച ഏവമേതദ്യഥാ പ്രാഹ ഭവാനസ്മദ്ഗതം വച കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. യൈ സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃത പതിസ്വജനഹാർദം ച ഹാർദി തേഷ്വേവ മേ മനഃ. കിമേതന്നാഭിജാനാമി ജാനന്നപി മഹാമതേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായത്തെ കരോമി കിം യന്ന മനസ്തേഷ്വപ്രീതിഷു നിഷ്ഠുരം. മാർക്കണ്ഡേയ ഉവാച തതസ്തൗ സഹിതൗ വിപ്ര തം മുനിം സമുപസ്ഥിതൗ സമാധിർനാമ വൈശ്യോസൗ സ ച പാർത്ഥിവ സത്തമഃ. കൃത്വാ തു തൗ യഥാന്യായം യഥാർഹം തേന സംവിദം ഉപവിഷ്ടൗ കഥാ കാശ്ചിത് ചക്രതുർവൈശ്യ പാർത്ഥിവൗ. രാജോവാച ഭഗവംസ്ത്വാമഹം പ്രഷ്ടുമിച്ഛാമ്യേകം വദസ്വ തത് ദുഃഖായ യന്മേ മനസ സ്വചിത്തായ തതാം വിനാ. മമ ത്വം ഗതരാജ്യസ്യ രാജ്യാംഗേഷ്വഖിലേഷ്വപി ജാനതോപി യഥാജ്ഞസ്യ കിമേതന്മുനി സത്തമ. അയം ച നികൃതഃ പുത്രൈർദാരൈർഭൃത്യൈസ്തഥോഞ്ഛിത സ്വജനേന ച സന്ധ്യക്തസ്തേഷു ഹാർദീ തഥാപ്യതി. ഏവമേഷ തഥാഹം ച ദ്വാവപ്യത്യന്തദുഃഖിതൗ ദൃഷ്ടദോഷേപി വിഷയേ മമ ത്വാകൃഷ്ടമാനസൗ. തത്കിമേതന്മഹാഭാഗ യന്മോഹോ ജ്ഞാനിനോരപി മമാസ്യ ച ഭവത്യേഷാ വിവേകാന്ധസ്യ മൂഢതാ. ഋഷിരുവാച ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയഗോചരേ വിഷയശ്ച മഹാഭാഗ യാതി ജാതിം പൃഥക് പൃഥക്. ദിവാന്ധാഃ പ്രാണിനഃ കേചിത് രാത്രാവന്ധാസ്തഥാ പരേ കേചിത് ദിവാ തഥാ രാത്രൗ പ്രാണിനസ്തുല്യദൃഷ്ടയഃ. ജ്ഞാനിനോ മനുജാഃ സത്യം കിന്തു തേ നഹി കേവലം യതോ ഹി ജ്ഞാനിനഃ സർവേ പശുപക്ഷിമൃഗാദയഃ. ജ്ഞാനം ന തന്മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത് തഥോഭയോ. ജ്ഞാനേപി സതി പശ്യൈതാൻ പതംഗാഞ്ചാവചഞ്ചുഷു കണമോക്ഷാദൃതാൻ മോഹാത് പീഡ്യമാനാനഭിക്ഷുധാ. മാനുഷാ മനുജവ്യാഘ്ര സാഭിലാഷാഃ സുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നാന്വേതാൻ കിം ന പശ്യസി. തഥാപി മമതാവർത്തേ
മോഹഗർത്തേ നിപാതിതാ മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ തന്നാത്ര വിസ്മയഃ കാര്യോ യോഗനിദ്രാ ജഗത്പതേ മഹാമായ ഹരേശ്ചൈഷാ തയാ സമ്മോഹ്യതേ ജഗത് ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി തയാ വിസൃജ്യത്തെ വിശ്വം ത്രൈലോക്യം സചരാചരം സൈഷാ പ്രസന്നാ വരദാ നൃണാം ഭവതി മുക്തയേ സാ വിദ്യാ പരമാ മുക്തേർഹേതുഭൂതാ സനാതനീ സംസാരബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി രാജോവാച ഭഗവൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവാൻ ബ്രവീതി കഥമുത്പന്നാ സാ കർമാസ്യാശ്ച കിം ദ്വിജ യത് പ്രഭാവാ ച സാ ദേവി യത് സ്വരൂപാ യദുദ്ഭവാ തത്സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദാം വര ഋഷിരുവാച നിത്യൈവ സാ ജഗന്മൂർത്തിസ്തയാ സർവമിദം തതം തഥാപി തത് സമുത്പത്തിർബഹുധാ ശ്രൂയതാം മമ ദേവാനാം കാര്യസിദ്ധ്യർത്ഥമാവിർഭവതി സാ യദാ ഉത്പന്നേതി തദാ ലോകേ സാ നിത്യാപ്യഭിധീയത്തെ യോഗനിദ്രാം യദാ വിഷ്ണുർജഗത്യേകാർണവീകൃതേ ആസ്തീര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭു തദാ ദ്വാവസുരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണുകർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ സനാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ട്വാ താവസുരൗ ചോഗ്രൗ പ്രസുപ്തം ച ജനാർദ്ദനം തുഷ്ടാവയോഗനിദ്രാം താമേകാഗ്രഹൃദയസ്ഥിത വിബോധനാർത്ഥായ ഹരേർഹരിനേത്രകൃതാലയാം വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതിസംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോരതുലാം തേജസ പ്രഭു ബ്രഹ്മോവാച ത്വം സ്വാഹാ ത്വം സ്വധാ ത്വം ഹി വഷട്കാര സ്വരാത്മികാ സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ അർത്ഥമാത്രാ സ്ഥിതാ നിത്യാ യാനുച്ചാര്യാ വിശേഷത ത്വമേവ സാ ത്വം സാവിത്രീ ത്വം ദേവീ ജനനീ പരാ ത്വയൈതദ്ധാര്യത്തെ വിശ്വം ത്വയൈതത് സൃജ്യത്തെ ജഗത് ത്വയൈതത് പാല്യത്തെ ദേവി ത്വമത്സ്യന്തേ ച സർവദാ വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ മഹാവിദ്യാ മഹാമായ മഹാമേധാ മഹാസ്മൃതി മഹാമോഹാ ച ഭവതി മഹാദേവി മഹാസുരി പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രിർമോഹരാത്രിശ്ച ദാരുണാ ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ഹ്രീത്വം ബുദ്ധിർബോധലക്ഷണാ ലജ്ജാ പുഷ്ടിസ്തഥാ തുഷ്ടി
ത്വം ശാന്തി ക്ഷാന്തിരേവ ച. ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിനി തഥാ ശംഖിനി ചാപിനി ബാണഭുഷുണ്ഡീ പരിഖായുധ. സൗമ്യാ സൗമ്യാതരാശേഷ സൗമ്യേഭ്യസ്ത്വതി സുന്ദരി പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി. യచ్చ കിഞ്ചിത് ക്വചിത് വസ്തു സദസദ്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാ ത്വം കിം സ്തൂയസേ തദാ. യയാ ത്വയാ ജഗത് സൃഷ്ടാ ജഗത്പാതാത്തിയോ ജഗത് സോപി നിദ്രാവശം നീത കസ്ത്വാം സ്തോതുമിഹേശ്വര. വിഷ്ണു ശരീരഗ്രഹണമഹമീശാന ഏവ ച കാരിതാസ്തേ യതോ തസ്ത്വാം കസ്തോതും ശക്തിമാൻ ഭവേത്. സാ ത്വമിത്തം പ്രഭാവൈ സ്വൈരുദ്ധാരൈർദേവി സംസ്തുതാ മോഹയൈതൗ ദുരാധർഷാ വസുരൗ മധുകൈടഭൗ. പ്രബോധം ച ജഗത്സ്വാമി നീയതാമച്യുതോ ലഘു ബോധശ്ച ക്രിയതാമസ്യ ഹന്തുമേതൗ മഹാസുരൗ. ഋഷിരുവാച ഏവം സ്തുതാ തദാ ദേവി താമസീ തത്ര വേധസാ വിഷ്ണോ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈടഭൗ. നേത്രാസ്യ നാസികാ ബാഹുഹൃദയേഭ്യസ്തഥോരസ നിർഗമ്യ ദർശനേ തസ്ഥൗ ബ്രഹ്മണോ വ്യക്തജന്മനഃ. ഉത്തസ്ഥൗ ച ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദന ഏകാർണവേ ഹി ശയനാത് തതഃ സദദൃശേ ച തൗ. മധുകൈടഭൗ ദുരാത്മാനാവതിവീര്യപരാക്രമൗ ക്രോധരക്തേക്ഷണൗ ഹന്തും ബ്രഹ്മാണം ജനിതോദ്യമൗ. സമുത്ഥായ തതസ്താഭ്യാം യുയുധേ ഭഗവാൻ ഹരി പഞ്ചവർഷസഹസ്രാണി ബാഹുപ്രഹരണോ വിഭോ. താവപ്യതിബലോന്മത്തൗ മഹാമായാ വിമോഹിതൗ ഉക്തവന്തൗ വരോസ്മത്തോ വ്രീയതാമിതി കേശവം. ശ്രീ ഭഗവാനുവാച ഭവേതാമദ്യ മേ തുഷ്ടൗ മമ വധ്യാവുഭാവപി കിമന്യേന വരേണാത്ര ഏതാവദ്ധിവൃതം മയാ. ഋഷിരുവാച വഞ്ചിതാഭ്യാമിതി തദാ സർവമാപോമയം ജഗത് വിലോക്യ താഭ്യാം ഗദിതോ ഭഗവാൻ കമലേക്ഷണ. പ്രീതൗ സ്വസ്തവ യുദ്ധേന ശ്ലാഘ്യസ്ത്വം മൃത്യുരാവയോ ആവാം ജഹിന യത്രോർവീ സലിലേന പരിപ്ലുതാ. തഥേത്യുക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃതാ കൃത്വാ ചക്രേണ വൈച്ഛിന്നേ ജഘനേ ശിരസി തയോഃ. ഹത്വാ തു ഭഗവാൻ വിഷ്ണു താവുഭൗ മധുകൈടഭൗ വ്യനാശയത് ഭയം ഘോരം ബ്രഹ്മണോ വ്യക്തജന്മനഃ. തയോസ്തു മേധസാ രാജൻ വിഷ്ണുനാ കൽപ്പിതാമഹീ മേദിനീതി തതഃ സംജ്ഞാമവാപേത്ഥം വസുന്ധരാ. ഏവമേഷാ സമുത്പന്നാ ബ്രഹ്മണാ സംസ്തുതാ സ്വയം പ്രഭാവമസ്യാ ദേവ്യാസ്തു ഭൂയഃ ശൃണു വദാമി തേ. ഇതി
ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മധുകൈടഭവധ വർണ്ണനം നാമ പ്രഥമോധ്യായ.